Hi friends, welcome to Electron College of Engineering. So, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഡീസൽ ഫ്യൂവൽ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ എക്സാമിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആണ്. ദാറ്റ് ഈസ് എക്സാം നമ്പർ 23. അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ഡീസൽ എൻജിൻ ദ ഫ്യൂവൽ ഈസ് ഇൻജക്റ്റഡ് ബൈ. എന്തൊക്കെ ഓപ്ഷൻ നോക്കാം. സ്പാർക്ക് പ്ലഗ്, ഇൻജക്റ്റഡ് ഫ്യൂവൽ, igniter, heat resulting from compression air that is supplied from combustion. ഓക്കെ, ഇനി നോക്കുക നമ്മൾക്കിതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് നോർമലി അറിയാം, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ് ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്. ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഫ്യൂവൽ ഇഞ്ചക്ടർ വഴിയാണ് നമ്മൾ ഡീസൽ എഞ്ചിനിൽ എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന ഓപ്ഷൻ നമുക്കിവിടെ ഇല്ല. ഇവിടെ ഇഞ്ചക്റ്റഡ് ഫ്യൂവൽ എന്നല്ലാതെ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന ഓപ്ഷൻ ഇല്ല. സോ ഇതല്ല. ഇഗ്നൈറ്റർ ഉപയോഗിക്കുന്നത് വെച്ചാൽ നോർമലി ഫ്യൂവൽ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഗ്നൈറ്റർ. അതുപോലെ സ്പാർക്ക് പ്ലഗ് എന്തിനാണ്? സ്പാർക്ക് പ്ലഗ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനിലാണല്ലോ അല്ലേ. പെട്രോൾ എഞ്ചിനിൽ എയറും ഫ്യൂവലും കൂടി മിക്സ് ആയിട്ട് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ വരും. അവിടെ നിന്ന് അത് ഇഗ്നൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, സ്പാർക്ക് പ്ലഗ്. അവിടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, സ്പാർക്ക് പ്ലഗ്. സോ ഇത് മൂന്നും അല്ല. ഇതിന് ആൻസർ എന്താ വരിക? ഹീറ്റ് റിസൾട്ടിങ് ഫ്രം കംപ്രഷൻ ഓഫ് എയർ ദാറ്റ് ഈസ് സപ്ലൈഡ് ഫ്രം കമ്പസ്റ്റൻ. അതായത് ഹീറ്റ് റിസൾട്ടിങ് ഫ്രം കംപ്രഷൻ എയർ. അതായത് നമ്മൾ ഡീസൽ എഞ്ചിനിൽ എയർ യൂസ് ചെയ്യുന്നുണ്ട്. ആ എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹീറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഹീറ്റ് റിസൾട്ടിങ് ഫ്രം കംപ്രഷൻ ഓഫ് എയർ ദാറ്റ് ഈസ് സപ്ലൈഡ് ഫ്രം കമ്പസ്റ്റൻ. ഓക്കെ, ഇനി ആ ഒരു കംപ്രസ് ചെയ്യുമ്പോൾ എയർ കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യും? ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളെ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരിക. ഫ്യൂവൽ ഇഞ്ചക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ്. നോക്കുക, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനിലുണ്ട്. അത് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയും. എന്താണ്? ഒന്ന് സോളിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയും. മറ്റൊന്ന് എയർ ഇഞ്ചക്ഷൻ എന്ന് പറയും. എന്താണ്? എയർ ഇഞ്ചക്ഷൻ. സോളിഡ് ഇഞ്ചക്ഷൻ, എയർ ഇഞ്ചക്ഷൻ. ഇതാണ് രണ്ട് ടൈപ്പ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഓക്കെ, ഇതിൽ സോളിഡ് ഇഞ്ചക്ഷനിൽ വരുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന എല്ലാ ഇഞ്ചക്ഷനും. ഇപ്പോൾ CRDI, അതുപോലെ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സോളിഡ് ഇഞ്ചക്ഷനിൽ വരുന്നതാണ്. ഇനി എയർ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ പ്യുവർലി എയർ കംപ്രസ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നതെങ്കിൽ അതാണ് എയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം ഇപ്പോൾ നമ്മൾ നോർമൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഈ സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഫ്യൂവലിനെ ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രഷർ ഉണ്ടാവും. ഫ്യൂവലിനെ ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ പർട്ടിക്കുലർ പ്രഷറിലുള്ള ഫ്യൂവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, എയർ ഇഞ്ചക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? എയർ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വലിയ കംപ്രസർ യൂസ് ചെയ്തിട്ട് എയറിനെ ആദ്യം കംപ്രസ് ചെയ്യും, വളരെ നന്നായിട്ട് കംപ്രസ് ചെയ്യും. അന്നേരം എന്തുണ്ടാവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുക. സോ ഇത് നമ്മൾ നോർമലി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? സോളിഡ് ഇഞ്ചക്ഷനാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് ഡി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പോവാം. കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ ഫോർ SI എൻജിൻ ഈസ് അറൗണ്ട്. നോക്കുക, നമ്മൾ കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ അല്ലെങ്കിൽ വേറെ പേര് നമ്മൾ ഓർമ്മയുണ്ടാവും, സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ. എന്താണ്? സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ. രണ്ട് പേരാണുള്ളത്. ഒന്ന് കെമിക്കലി കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ, മറ്റേ എന്ത് പറയും? സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ. ഓക്കെ, ഈ കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ, അത് എയറും ഫ്യൂവലും എത്ര റേഷ്യോയിൽ മിക്സ് ചെയ്യണം? അത് SI എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ ഉള്ളത് 15:1 ആണ്. അതായത് 15 യൂണിറ്റ്സ് എയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 15 യൂണിറ്റ്സ് എയർ യൂസ് ചെയ്യുമ്പം നമ്മളതിന് ഇക്വലൻ്റ് ആയിട്ട് എത്ര യൂണിറ്റ് ഫ്യൂവൽ യൂസ് ചെയ്യും? 1 യൂണിറ്റ് ഫ്യൂവൽ യൂസ് ചെയ്യും. 15 യൂണിറ്റ്സ് എയറിന് 1 യൂണിറ്റ്സ് നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യും. ഇതാണ് 15:1 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? കറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ SI എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഏതാണ് വരിക എന്ന് വെച്ചാൽ 15:1 ആണ്. ഇനി അത് 9:1 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് 9:1 എന്ന് പറയുമ്പോൾ 9 യൂണിറ്റ്സ് എയറിന് 1 യൂണിറ്റ് ഫ്യൂവൽ.
അതായത് ആ ഒരു യൂണിറ്റ് ഫ്യൂവൽ അപ്പോഴും സെയിം ആണ്, പക്ഷേ എന്താണ് എയറിൻ്റെ എമൗണ്ട് കുറഞ്ഞു അല്ലേ, അതായത് കുറച്ച് എയർ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഓപ്ഷൻ എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബിയിൽ കുറച്ച് എയർ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എയർ കുറവാണ്, ഫ്യൂവൽ കൂടുതലാണ്. ഇനി 12:1 6:1 ഒക്കെ എന്താ അതേ മീനിങ് തന്നെ. സോ നോക്കുക, ഇവിടെ നമ്മൾ എന്താണ് ഫ്യൂവലിന് കറസ്പോണ്ടിങ് ആയിട്ട് എയർ കുറച്ചിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ പറയും റിച്ച് മിക്സ്ചർ എന്ന് പറയും. എന്താണ് റിച്ച് മിക്സ്ചർ. ഇനി ഈ 15:1 കൂടുതലാണ് ഉപയോഗിച്ചോ, സപ്പോസ് ഒരു 20:1 ഉപയോഗിക്കുകയാണ്, അതിൻ്റെ മീനിങ് എന്താ, അവിടെ ഒരു യൂണിറ്റ് ഫ്യൂവലിന് ഞാൻ 20 യൂണിറ്റ്സ് ഓഫ് എയർ യൂസ് ചെയ്യണം, അതായത് കൂടുതൽ എയർ യൂസ് ചെയ്യാണ് ഫ്യൂവലിന്. സോ അതിന് നമ്മൾ പറയും കൂടുതൽ എയർ യൂസ് ചെയ്യണം, നമ്മൾ അതിനെന്ത് പറയും ലീൻ മിക്സ്ചർ എന്ന് പറയും. ഓക്കെ, റിച്ച് മിക്സ്ചർ എന്ന് വെച്ചാൽ ഫ്യൂവലിന് കറസ്പോണ്ടിങ് ആയിട്ട് എയർ കുറവാണെങ്കിൽ. ഇനി ഫ്യൂവലിന് കറസ്പോണ്ടിങ് ആയിട്ട് എയർ കൂടുതലാണെങ്കിൽ അതിന് നമ്മളത് പറയും ലീൻ മിക്സ്ചർ എന്ന് പറയും. കറക്റ്റ് റേഷ്യോ എത്രയാണ് 15:1. ചിലപ്പോൾ ഇത് ഇങ്ങനെ വരാം 14:1 കൊടുക്കാം കേട്ടോ, 15:1 14:1 എല്ലാം കൊടുക്കാം. ഇത് SI എഞ്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സെയിം വൈസ് CI എഞ്ചിനെ നമ്മൾ എടുക്കുന്നെങ്കിൽ, ദറ്റ് ഈസ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനെ എടുക്കുന്നെങ്കിൽ നോർമൽ നമ്മൾ പറയുന്ന റേഷ്യോ ഒരു 18:1 ഒക്കെയാണ്. എത്രയാണ് CI എഞ്ചിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർമൽ എടുക്കുന്ന റേഷ്യോ ഒരു 18:1 ആണ്. 18:1 എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ലീൻ മിക്സ്ചറാണ്. സോ CI എഞ്ചിനിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്താണ് ഈ റേഷ്യോയിലാണ്, ദാറ്റ് ഈസ് 18:1. അതായത് അവിടെ കൂടുതൽ എയർ പൊതുവെ യൂസ് ചെയ്യും. SI എഞ്ചിനെ കമ്പയർ ചെയ്ത് CI എഞ്ചിനിൽ കൂടുതൽ എയർ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ആൻസർ പറഞ്ഞു 15:1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഫ്യൂവൽ into fine drops by spraying is called. അതായത് ക്വസ്റ്റ്യൻ മീനിങ് അത് മനസ്സിലാക്കുക. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദി ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഫ്യൂവൽ. അതായത് നമ്മൾ ഫ്യൂവലിനെ, നമ്മൾ അത്യാവശ്യം വലിയ ഫ്യൂവൽ പാർട്ടിക്കിൾ ആണെങ്കിൽ, നമ്മുടെ ഫ്യൂവൽ വലിയ പാർട്ടിക്കിൾ ആണെങ്കിൽ ആ ഫ്യൂവൽ പാർട്ടിക്കിളിനെ വളരെ ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുക. വലിയ പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് എല്ലാവരും ചെറിയ വളരെ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്മോൾ പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ സ്മോൾ ഫ്യൂവൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, നമ്മൾ നേരെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി സ്പ്രേ ചെയ്യും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഫ്യൂവൽ ഇൻറ്റു ഫൈൻ ഡ്രോപ്സ് ബൈ സ്പ്രേയിങ് ഈസ് കോൾഡ്. അതിന് പറയുന്ന പേരാണ് അറ്റോമൈസേഷൻ. അതായത് ചെറിയ പാർട്ടിക്കിൾസ് ബ്രേക്ക് ചെയ്യുക. നമ്മൾ നോർമലി ചെറിയ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പേരെന്താണ്, ആറ്റം എന്നല്ലേ പറയുക ചെറിയ പാർട്ടിക്കിളിനാണ്. സോ ആ പ്രോസസ്സ് നമ്മൾ പറയും അറ്റോമൈസേഷൻ എന്ന് പറയും. ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, കാർബുറേഷൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. കാർബുറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാർബുറേഷൻ ഓർ കാർബുറേറ്റർ എന്ന് പറയും. ആ ഒരു ടേം വരുന്നത് കാർബുറേറ്റർ, ആ ടേം എന്നാണ് വരുന്നത് കാർബുറേറ്റർ. സോ കാർബുറേഷൻ ഓർ കാർബുറേറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ, കാർബുറേറ്റർ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാവുമല്ലോ, നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ എടുക്കുന്നുണ്ട്. ആ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ നോക്കുക, കാർബുറേറ്ററിൽ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, കാർബുറേറ്റർ. അതാണ് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞത്, കാർബുറേറ്റർ. കാർബുറേറ്ററിൽ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന എയർ അതുപോലെ ഫ്യൂവലും ഉണ്ടാവും അല്ലേ. ഈ ഒരു മിക്സ്ചർ എയർ ഫ്യൂവൽ മിക്സ്ചർ എവിടെ യൂസ് ചെയ്യുന്നത്, നോർമലി SI എഞ്ചിനിലാണ് നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ യൂസ് ചെയ്യുന്നത് അല്ലേ. CI എഞ്ചിനിലാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ CI എഞ്ചിനിലാണെങ്കിൽ എയറും ഫ്യൂവലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. SI എഞ്ചിനാണ് നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ ഉപയോഗിക്കുന്നത്. സോ ഈ എയറിനും ഫ്യൂവലും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്, കാർബുറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ കാർബറേഷൻ എന്ന് വെച്ചാൽ എന്താ, എയറും ഫ്യൂവലും മിക്സ് ചെയ്യുക. ഇനി വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ ഫ്യൂവൽ ബേൺ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യും, എയർ ഫ്യൂവലും ബേൺ ചെയ്ത് വേപ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ആവും അല്ലേ, അതിനാണ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഫ്യൂവൽ ഇൻ ടു ഫൈൻ ഡ്രോപ്സ്. അതിൻ്റെ ആൻസർ എന്താണ്, അറ്റോമൈസേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്യൂവൽ ലൈൻസ് ഫ്രം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് കറസ്പോണ്ടിങ് ടു ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് ഇഞ്ചക്ടേഴ്സ് ആർ. അതായത് നമ്മൾ ഫ്യൂവൽ ലൈൻസ് യൂസ് ചെയ്യുക അല്ലെ, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ ടാങ്ക് എന്നില്ല ഫ്യൂവലിനെ എവിടത്തേക്ക്, ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഫ്യൂവൽ ലൈൻസ് അതുപോലെ ഫ്യൂവൽ പമ്പ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ചോദിച്ചത് ഇതാണ്, ഈ ഫ്യൂവൽ പമ്പിന്ന്, ഇതാണ് നമ്മളെ ഫ്യൂവൽ പമ്പെങ്കിൽ ഫ്യൂവൽ പമ്പിന്ന് പോകുന്ന ഡിഫറെൻറ്റ് ലൈൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് പാത്ത്,
ഓർ നമ്മൾ ഡിഫറെൻറ്റ് പൈപ്പ് എന്നൊക്കെ പറയും, ഡിഫറെൻറ്റ് പാത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പൈപ്പ് അല്ലെങ്കിൽ ഹോസ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ലൈൻസ് അഥവാ ഡിഫറെൻറ്റ് പൈപ്പ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് പൈപ്പ് എല്ലാം ഈക്വൽ ലെങ്ത് ആണോ അതോ വാരിയിങ് ലെങ്ത് ആണോ അതോ രണ്ടും ആവാമെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഒരു ഈക്വൽ ലെങ്ത് ആണ്. അതായത് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് പോകുന്ന എല്ലാ പൈപ്പും എന്താണ്, ഇഞ്ചക്ടറിലേക്ക് പോകുന്ന എല്ലാ പൈപ്പും എന്താണ്, ഈക്വൽ ലെങ്ത് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യുന്ന ഈ മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു, MPFI. ഈ ഒരു കേസസിലൊക്കെയാണ് നമ്മൾ ഈ മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ കേസിലാണ് നമ്മൾ കുറേ ഒന്നിൽ കൂടുതൽ ലൈൻസ്, ഫ്യൂവൽ ലൈൻസ്, അതുപോലെ ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ടേഴ്സ് ഇവിടെ ഉണ്ടാവും. അന്നേരം എന്ത് ചെയ്യും, കുറേ എന്ത് വേണ്ടി വരും, പാത്ത് വേണ്ടി വരും ഫ്യൂവൽ നമ്മൾക്ക് ഇഞ്ചക്ടറിലേക്ക് എത്തിക്കണമെങ്കിൽ. സോ ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഫറെൻറ്റ് ഫ്യൂവൽ ലൈൻസ്. സോ ആ ഫ്യൂവൽ ലൈൻസിന് എല്ലാറ്റിനും എന്താണ്, ഈക്വൽ ലെങ്ത് ആയിരിക്കും. സോ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡീസൽ എൻജിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് യൂഷ്വലി? നമ്മൾ ഡീസൽ എൻജിൻ ഫ്യൂവൽ ഇഞ്ചക്ഷനിൽ ഏത് മെത്തേഡാണ് പൊതുവെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് മെത്തേഡാണ് ഉള്ളത് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ. ഒന്ന് സോളിഡ് ഇഞ്ചക്ഷൻ, മറ്റൊന്ന് എയർ ഇഞ്ചക്ഷൻ. ഈ എയർ ഇഞ്ചക്ഷൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എയറിനെ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. ഓക്കെ, ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുമ്പോൾ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂവലിനെ ഇഞ്ചക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഹീറ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ എയറിനെ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, വളരെ വലിയ കംപ്രസേഴ്സ് ആവശ്യമായി വരും. അത് വളരെ വലിയ കംപ്രസേഴ്സ് ആവശ്യമായിട്ട് വരും. സോ ഈ വളരെ വലിയ കംപ്രസേഴ്സ് ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ നോർമലി എയർ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്ന കുറവാണ്. പൊതുവെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സോളിഡ് ഇഞ്ചക്ഷനാണ്. ഈ സോളിഡ് ഇഞ്ചക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഫ്യൂവലിനെ എന്ത് ചെയ്യും, ഫ്യൂവലിനെ നമ്മൾ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. എന്താണ്, ഫ്യൂവലിനെ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത ഫ്യൂവൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി കമ്പഷൻ ചേമ്പറിലേക്ക് കൊടുക്കും. ഓക്കെ, സോ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സോളിഡ് ഇഞ്ചക്ഷനാണ്. ഈ സോളിഡ് ഇഞ്ചക്ഷൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മൾ CRDI, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ. അതുപോലെ വേറെ എന്താ വരുന്നത്, നമ്മൾ MPFI, ദാറ്റ് ഈസ് മൾട്ടി പോയിൻറ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഇതൊക്കെ എന്താ വരുന്നത്, സോളിഡ് ഇഞ്ചക്ഷൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, സോളിഡ് ഇഞ്ചക്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദി എയർ ഫ്യൂവൽ മിക്സ്ചർ റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് എൻജിൻ സ്റ്റാർട്ട് ഈസ്. ഞാൻ ഓൾറെഡി എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ്. നോക്കുക, നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മിക്സ്ചർ തന്നിരിക്കുന്നത്, ഒന്ന് ലീൻ മിക്സ്ചർ, റിച്ച് മിക്സ്ചർ, മീഡിയം മിക്സ്ചർ നോക്കേണ്ട ആവശ്യമില്ല, നൺ ഓഫ് ദീസ് നോക്കണ്ട. സോ നോക്കുക, നമ്മൾ ലീൻ മിക്സ്ചർ ഞാൻ ഓൾറെഡി എന്ത് പറഞ്ഞു, ലീൻ മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്യൂവലിൻ്റെ എമൗണ്ടും എയറിൻ്റെ എമൗണ്ടും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മളിതെല്ലാം പറയുന്നത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ. ഏതൊക്കെയാണ്, നമ്മൾ എല്ലാം പറയുന്നത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്, എയറും അതുപോലെ ഫ്യൂവലും തമ്മിലുള്ള റേഷ്യോ, എയറും ഫ്യൂവലും തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്, ലീൻ മിക്സ്ചറും റിച്ച് മിക്സ്ചറും. സോ നമ്മൾ പർട്ടിക്കുലർ എമൗണ്ട് ഫ്യൂവൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എയറിൻ്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് എയറിൻ്റെ എമൗണ്ട് പർട്ടിക്കുലർ എമൗണ്ട് ഫ്യൂവൽ നമ്മൾ ഫിക്സ് ചെയ്തു, 1 ഫിക്സ് ചെയ്തു. സോ ആ 1 എയർ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂവലിൻ്റെ 1 എമൗണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എയറിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ, എയറിൻ്റെ എമൗണ്ട് കുറവാണെന്ന് വെച്ചാൽ എത്ര വരും, ഞാനൊരു 9 കൊടുക്കാം കേട്ടോ, 9:1. അതായത് ഇവിടെ എയർ കുറവാണ് പക്ഷേ ഫ്യൂവൽ 1 ആണ്. ഇനി സെയിം സംഭവത്തിൽ ഞാൻ എയറിൻ്റെ എമൗണ്ട് കുറച്ചുകൂടി കൂട്ടുകയാണ്, അതായത് 9 കമ്പയർ ചെയ്യുന്ന വരെ ഒരു 20 കൊടുക്കുകയാണ്. ഇപ്പോൾ 20 കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ ഇത്. 20 കൊടുക്കുമ്പോൾ എന്താണ്, എയർ കൂടുതലുണ്ട്, ഫ്യൂവൽ 1 ആണ്. ഇവിടെ എയർ കുറഞ്ഞു, ഫ്യൂവൽ 1 തന്നെയാണ്. സോ ഇവിടെ ഫ്യൂവൽ ഞാൻ കാര്യം മാറ്റുന്നില്ല, പക്ഷേ എയറിൻ്റെ എമൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ്, എയർ നല്ല കൂടുതലാണ്, ആ മിക്സ്ചറിനെ ഞാൻ എന്ത് പറഞ്ഞു, ലീൻ മിക്സ്ചർ എന്ന് പറഞ്ഞു. സെക്കൻഡ് കേസിൽ എന്താ, എയർ കുറവാണ്, അതിനെന്ത് പറയും, റിച്ച് മിക്സ്ചർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, വണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, എപ്പോഴും ആലോചിച്ച് നോക്കുക. നമ്മൾ നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതുപോലെ നമ്മൾ വണ്ടി ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ, ആക്സിലേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ റിച്ച് മിക്സ്ചറാണ് നമുക്ക് ആവശ്യമായി വരിക. അതായത് എയർ ഫ്യൂവൽ കമ്പയർ ചെയ്യുമ്പോൾ
എയറിൻ്റെ എമൗണ്ട് പൊതുവെ കുറവായിരിക്കും. എയർ കൂടുതൽ യൂസ് ചെയ്യില്ല, റിച്ച് മിക്സ്ചർ. അതിനാണ് നമ്മളൊരു റിച്ച് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ ഈ എൻജിൻ സ്റ്റാർട്ട് ആക്സിലേഷനൊക്കെ കേസിൽ എന്തായിരിക്കും, റിച്ച് മിക്സ്ചറാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നോർമലി വണ്ടി റൺ ചെയ്യാൻ തുടങ്ങിയാൽ നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ വണ്ടിയിൽ യൂസ് ചെയ്യുക ലീൻ മിക്സ്ചറാണ്. എന്ന് വെച്ചാൽ എയർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും, കൂടുതൽ ഫ്യൂവൽ കൂടുതൽ വേണ്ടി വരില്ല. ഓക്കെ, അതായത് ഫ്യൂവലിനെ അപേക്ഷിച്ച് നമ്മൾ എയർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫ്യൂവൽ കൂടുതൽ അവിടെ യൂസേജ് വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ നോർമൽ വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ ലീൻ മിക്സ്ചർ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. സോ ഇവിടെ ആൻസർ എന്ത് വരും, റിച്ച് മിക്സ്ചറാണ്. ഇനി അടുത്ത് നോക്കുക, ലൗഡ് പോപ്പിംഗ് ഇൻ കാർബുറേറ്റർ ഈസ് ഡ്യൂ ടു. ലൗഡ് പോപ്പിംഗ് ഇൻ കാർബുറേറ്റർ. ലൗഡ് പോപ്പിംഗ് ഇൻ കാർബുറേറ്റർ എന്ന് വെച്ചാൽ പോപ്പിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കാർബുറേറ്ററിൽ എന്താ സംഭവിക്കുന്നത് അറിയാം, എയറും ഫ്യൂവലും കറക്റ്റായിട്ട് മിക്സ് ചെയ്യുന്ന സ്ഥലമാണ് കാർബുറേറ്റർ എന്ന് പറഞ്ഞു അല്ലേ. സോ അവിടെ കറക്റ്റ് മിക്സിങ് നടക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ബാക്ക് ഫയറിങ് നടക്കും. ഓക്കെ, ബാക്ക് ഫയറിങ് വെച്ചാൽ അറിയാമല്ലോ, അതായത് കറക്റ്റായിട്ട് ഫയറിങ് നടക്കില്ല. ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ടൈം കമ്പസ്റ്റിൻ്റെ ടൈം എത്തുന്നതിന് മുന്നേ ഫയറിങ് നടക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സോ അവിടെ കറക്റ്റായിട്ടുള്ള കമ്പസ്റ്റൻ നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. സോ കറക്റ്റായിട്ടുള്ള കമ്പസ്റ്റൻ നടക്കാത്ത കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം, എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺട്രോൾ ചെയ്യേണ്ടി വരും അല്ലേ. എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറിൻ്റെ എമൗണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ, അതായത് നമ്മൾ കറക്റ്റ് ടൈമിലല്ലാതെ ഈ ബേണിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ, ഫയറിങ് സ്റ്റാർട്ട് ചെയ്യുക, അത് നമ്മൾ ബാക്ക് ഫയറിങ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ നോർമലി ഈ പോപ്പിംഗ്, അതായത് പോപ്പിംഗ് എന്നുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, നമ്മൾ സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത്, സ്പാർക്ക് പ്ലഗ് കേടാവുന്ന സമയത്ത് പോപ്പിംഗ് നടക്കും, കറക്റ്റായി വർക്ക് ചെയ്യാത്ത സമയത്ത്. അതുപോലെ നമ്മൾ എയർ ക്ലീനർ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് നമ്മളിപ്പം എയർ ക്ലീനർ ബ്ലോക്ക്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എയർ ക്ലീനർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അതായത് എയർ ക്ലീനർ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ, എയർ ക്ലീനർ വർക്ക് ചെയ്യാത്ത എയർ ക്ലീനർ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എയർ ക്ലീനർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അന്നേരം എന്ത് ചെയ്യും, പോപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുക. ഫൈനലി നോക്കുക, നമ്മൾ ഈ പോപ്പിങ്ങിന് സമയത്ത് സംഭവിക്കുന്ന വേറൊരു കാര്യം ഇതാണ്. പോപ്പിങ്ങിന് സമയത്ത് സംഭവിക്കുന്ന വെച്ചാൽ ഏറ്റവും മെയിൻ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ കറക്റ്റായിട്ട് ഫയറിങ് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു കമ്പസ് ചേമ്പേഴ്സിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫയറിങ് നടക്കുന്നില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം ഇതാണ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മിക്സ്ചർ എന്ന് വിചാരിച്ചാൽ, അതായത് ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ യൂസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അത് കറക്റ്റ് റേഷ്യോയിലായിരിക്കില്ല, സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിലായിരിക്കില്ല. സോ ഈ കറക്റ്റായിട്ട് കമ്പഷൻ നടക്കാത്ത സമയത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ, അതായത് കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ നമ്മളെ എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അടുത്തായിട്ട്, കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സോസ്റ്റ് വാൾവിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്യും, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ സൗണ്ടിനെയാണ് നമ്മൾ ലൗഡ് പോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പോപ്പ് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഇഗ്നീഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഇഗ്നീഷൻ നടക്കുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ എക്സോസ്റ്റ് വാൾവിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോകാനും തുടങ്ങും. അതായത് നമുക്കറിയാം, എല്ലാ കമ്പസ്റ്റിനും കഴിഞ്ഞ് അവസാനം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പോപ്പിങ്ങിൻ്റെ സമയത്ത് എന്താ വെച്ചാൽ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവും, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് വാൾവിൽ കൂടി പുറത്തേക്ക് പോകും. സോ ഇവിടെ മെയിൻ കാരണം നോക്കുക, ഇവിടെ ബ്ലോക്ക്ഡ് എയർ ക്ലീനർ ഉണ്ട്, അത് കറക്റ്റാണ്. ഇൻകറക്റ്റ് എയർ ഫ്യൂവൽ റേഷ്യോ അതും കറക്റ്റാണ് നമുക്ക് പറയാം. പിന്നെ കാർബുറേറ്റർ കറക്റ്റ് എമൗണ്ട് ചെയ്ത് അതും പറയാം. ഇതെല്ലാം ഏകദേശം കറക്റ്റാണ്. പക്ഷേ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് വെച്ചാൽ ബാക്ക് ഫയറിംഗ് ആണ്. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് സി. ഇനി നെക്സ്റ്റ് നോക്കുക, 8ാമത്തെ ക്വസ്റ്റൻ എന്താണ്, ദി പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂവൽ ഡെലിവേർഡ് ബൈ ദി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഈസ്. അതായത് നമ്മളെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വഴി ഡെലിവറി ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേര് എന്താണെന്ന് നോക്കുക. ഓപ്ഷൻ എന്തൊക്കെയാണ്, ഫേസിങ്, കാലിബ്രേഷൻ, ടൈമിംഗ്, ബ്ലീഡിങ്. ഇതിൽ ബ്ലീഡിങ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. ബ്ലീഡിങ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ എടുത്ത സംഭവമാണ്. പിന്നെ വേറെ ഉള്ളത് നമ്മളെ ഫേസിങ്, കാലിബ്രേഷനും ടൈമിംഗ് ആണ്. ഈ ഫേസിങ്ങും ടൈമിങ്ങും ഇൻ്റർ റിലേറ്റഡ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളെ അതായത് നമ്മളെ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി കമ്പഷൻ ചേമ്പറിലേക്ക് വരുന്ന ഫ്യൂവലിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആക്കുക. അതായത് കറക്റ്റ് ഏത് ടൈമിലാണ്
ഈ ഫ്യൂവൽ കമ്പസ് ചേമ്പറിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് എത്തേണ്ടത്, അതിൻ്റെ ഒരു കറക്റ്റ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈമിങ്ങും ഫേസിങ്ങും പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻ കാലിബ്രേഷനാണ്. ഓക്കെ, കാലിബ്രേഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതായത് കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ എങ്ങോട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വഴി ഡെലിവർ ചെയ്യുന്ന പ്രോസസ്സിന് എന്ന് പറയുന്നത് കാലിബ്രേഷൻ എന്നാണ് പറയുന്നത്. സോ ആൻസർ ഈസ് ബി. ഇനി അടുത്ത് നോക്കുക 9th ക്വസ്റ്റ്യൻ. ഹൈ ആൻറ്റി നോക്ക് വാല്യൂ ഓഫ് ഫ്യൂവൽ ഈസ് നെസസറി ടു മേക്ക് യൂസ് ഓഫ്. അതായത് നമുക്കറിയാം ആൻറ്റി നോക്ക് വാല്യൂ, നോക്കിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നോക്കിംഗ് എന്ന് വെച്ചാൽ എന്താ, അബ്നോർമൽ കമ്പഷനെയാണ് നമ്മൾ നോക്കിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന സൗണ്ടിനെയാണ് നമ്മൾ നോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നോക്കിംഗ്, അതുപോലെ ഡിറ്റോണേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആൻറ്റി നോക്ക് വാല്യൂ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ നോക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ആൻറ്റി നോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മളിപ്പോൾ ആൻറ്റി നോക്ക് വാല്യൂ, നോക്കിങ്ങിനെ റെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ചില സമയത്ത് വളരെ ഹൈ ആയിട്ട് കീപ്പ് ചെയ്യും. നമ്മൾ മാക്സിമം നമ്മൾ പറയുന്നത് 98 ഒക്കെയാണ്. ഓക്കെ, ഈ ആൻറ്റിനോക്ക് നമ്മൾ നോർമൽ 98 വരെ കീപ്പ് ചെയ്യാം ഒരു വാല്യൂ. ഈ വളരെ ഹൈ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നത്. ഈസ് നെസസറി ടു മേക്ക് യൂസ് ഓഫ് ലോവർ കംപ്രഷൻ റേഷ്യോ, മീഡിയം കംപ്രഷൻ റേഷ്യോ, ഹയർ കംപ്രഷൻ റേഷ്യോ. എന്തായിരിക്കും ആൻസർ? നമ്മൾ നോക്കിംഗ് വാല്യൂ വളരെ ഹൈ ആയി കീപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിങ് വളരെ അധികം ഒരു പോയിന്റ് വരെ, അതായത് നോക്കിങ് ഒരു എക്സ്ട്രീം പോയിന്റ് വരെ എന്ത് ചെയ്യുക, നമുക്ക് നോക്കിംഗ് ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ എക്സ്ട്രീം പോയിന്റ് എവിടെയാണ് വരിക, ഹൈ കംപ്രഷൻ റേഷ്യോ വേണ്ട അവസരങ്ങളിൽ. അതായത് നമ്മൾ വളരെയധികം കംപ്രഷൻ റേഷ്യോ അപ്ലൈ ചെയ്യേണ്ട കേസുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഹൈ ആൻറ്റി നോക്ക് വേണ്ടി വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഡെൻസിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ ഈസ്. ഇത് വളരെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക് ഇവിടെ. ഡീസൽ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റിയും ചോദിക്കാം, അതുപോലെ തന്നെ പെട്രോൾ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റിയും ചോദിക്കാം. നമ്മൾ ഡീസൽ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആൻസർ വരുന്നത് കറക്റ്റ് 0.832 ആണ്. നോക്കുക, 0.832 ഇതാണ് കറക്റ്റ് റേഞ്ച് ഡെൻസിറ്റി ഓഫ് ഡീസൽ ഫ്യൂവൽ. ഇവിടെ 872 ഉണ്ട്, 832 ആണ് കറക്റ്റ്. ഇതേപോലെ തന്നെ നിങ്ങളോട് ചില സമയങ്ങളിൽ ഡീസലിന് പകരം പെട്രോൾ ഫ്യൂവലിൻ്റെ ഡെൻസിറ്റി ചോദിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ 0.78 ആണ്. ഓക്കെ, 0.78 കിലോഗ്രാം പെർ ലിറ്റർ. അതിൻ്റെ 2 യൂണിറ്റ് നോക്കി വെക്കുക, കിലോഗ്രാം പെർ ലിറ്റർ ആണ്. സോ ഇവിടെ 0.8, 0.872 എല്ലാം അടുത്തടുത്തിൽ ആൻസറാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, 0.832 അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കുക, ദി റെഫറൻസ് ഫ്യൂവൽ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദി ആൻറ്റി നോക്ക് വാല്യൂ ഓഫ് SI എൻജിൻ ഫ്യൂവൽ ഈസ്. അതായത് ആൻറ്റി നോക്ക് വാല്യൂ, അതായത് നോക്കിംഗ് റെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ഫ്യൂവൽ ഏതിൻ്റെ കേസിൽ, SI എൻജിൻ്റെ കേസിൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, നമ്മൾ 2 കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഫ്യൂവലിൻ്റെ ക്വാളിറ്റി ഷോ ചെയ്യാൻ. അത് SI എൻജിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ SI എൻജിൻ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ പെട്രോളാണ്. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒക്ടെയ്ൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ അടുത്ത എഞ്ചിനാണ് നമ്മുടെ CI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത് സീറ്റെയിൻ നമ്പർ യൂസ് ചെയ്തിട്ടാണ്. എന്താണ് സീറ്റെയിൻ നമ്പർ. ഇനി ഈ SI എഞ്ചിനിൽ വരുന്ന ഒക്ടെയ്ൻ നമ്പറിൽ യൂസ് ചെയ്തതിന് 2 ഫ്യൂവൽ എന്ന് പറയുന്നത് ഐസോ ഒക്ടെയ്നും നോർമൽ ഹെപ്റ്റീനുമാണ്. ഇത് രണ്ടുമാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് ഫ്യൂവൽ. അതുപോലെ ഇവിടെ സെക്കൻഡ് സീറ്റെയിൻ നമ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമൽ സീറ്റെയിനും ആൽഫ മീഥൈൽ നാഫ്തലീനുമാണ്. ഇതൊക്കെയാണ് നോർമൽ സീറ്റെയിനും ആൽഫ മീഥൈൽ നാഫ്തലീനും. ഇതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഐസോ ഒക്ടെയ്ൻ എന്ന് വെച്ചാൽ അതിൻ്റെ നോക്കിംഗ് കപ്പാസിറ്റി, അതായത് നോക്കിംഗ് ആൻറ്റി നോക്ക് വാല്യൂ, അതായത് ഒക്ടെയ്ൻ നമ്പർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 100 ആയിരിക്കും. നോർമൽ ഹെപ്റ്റൈൻ്റെ ഒക്ടെയ്ൻ നമ്പർ വെച്ചാൽ 0 ആയിരിക്കും. അതുപോലെ നോർമൽ സീറ്റെയിൻ നമ്പർ എന്ന് വെച്ചാൽ 100 ആണ്. ആൽഫ മീഥൈൽ നാഫ്തലീൻ്റെ സീറ്റെയിൻ നമ്പർ വെച്ചാൽ 0 ആണ്. സോ ഇത് 2 എക്സ്ട്രീം എന്താണ് ഇത് കാണിക്കുന്നത്. ഈ ഫസ്റ്റ് എന്താണ് ഇത് കാണിക്കുന്നത്, SI എഞ്ചിനും, ഈ സെക്കൻഡ് ഇത് കാണിക്കുന്നത് CI എഞ്ചിനുമാണ്. ഓക്കെ, സോ ഇവിടെ എന്താ ആൻസർ വരിക, SI എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഐസോ ഒക്ടെയ്നും നോർമൽ ഹെപ്റ്റൈനും ആണ് നമ്മൾ SI എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ആൻസർ ഈസ് ബി. ഇനി അടുത്ത് നോക്കുക, സെഡിമെൻറ്റേഷൻ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ആസ്. ഓക്കെ, സെഡിമെൻറ്റേഷൻ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റർ ജനറലി ഏത് കാറ്റഗറിയിൽ വരുന്നു, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കിവിടെ തന്നെ ഓപ്ഷൻ എന്തൊക്കെയാണ് നോക്കുക. എന്തൊക്കെ ഓപ്ഷൻ, ബേബി ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ, പ്രൈമറി ഫിൽറ്റർ, ഓൾ ഓഫ് ദീസ്, ഇതാണ് ഓപ്ഷൻ.
നോക്കുക, നമുക്ക് ഇതിൽ ബേബി ഫിൽറ്റർ തൽക്കാലം ഒഴിവാക്കാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വേണ്ട മെയിനായിട്ട് സെക്കൻഡറി ഫിൽറ്ററും പ്രൈമറി ഫിൽറ്ററും, ഇത് രണ്ടുമാണ് നമുക്ക് വരുന്ന കൺസേൺ. ഓക്കെ, നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. പ്രൈമറി ഫിൽറ്റർ പറയുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? നമ്മളെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വരെയുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്യുക ഫ്യൂവൽ ഇഞ്ചക്ടർ പമ്പിനും അതുപോലെ ഫ്യൂവൽ ഇഞ്ചക്ടറിനും ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡറി ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സെഡിമെൻറ്റേഷൻ ടൈപ്പ് ഫ്യൂവൽ ഫിൽറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുറത്ത് വരുന്ന മെയിനായിട്ട് നമ്മൾ ടാങ്കിൽ നിന്ന് നമ്മളെ പമ്പ് വഴി ഫ്യൂവൽ എടുക്കുമ്പോൾ, അതായത് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ പമ്പിലേക്ക് ഫ്യൂവൽ എടുക്കുമ്പോൾ അതിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡേർട്സും ഒക്കെ ഉണ്ടാവും. നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിൽ യൂസ് ചെയ്യുന്ന പമ്പിൽ എന്താണ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് പമ്പ് ചെയ്യുന്ന ആ പൈപ്പിൻ്റെ അടിയിലായിട്ട് എന്തുണ്ടാവും ഒരു എയർ ഫിൽറ്റർ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഫൂട്ട് വാൾവ് അല്ല, എയർ ഫിൽറ്റർ അല്ല, നമ്മൾ ഫൂട്ട് വാൾവ് യൂസ് ചെയ്യും. ഫൂട്ട് വാൾവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആ വെള്ളത്തിലുള്ള ഡേർട്ട് പാർട്ടിക്കിൾസിന് ഒരു പരിധി വരെ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, സ്ട്രെയിനറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ് എന്ത് സെഡിമെൻറ്റേഷൻ ടൈപ്പ് ഫിൽറ്റർ. അതായത് ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ഇഞ്ചക്ടർ പമ്പിലേക്ക് പോകുന്ന ഡേർട്ടി പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ടാങ്കിനും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനിടയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫിൽറ്ററിന് നമ്മളെന്താ പറയുക പ്രൈമറി ഫിൽറ്റർ എന്നാണ് പറയുക. സോ ആൻസർ ഈസ് സി. ഇനി അടുത്ത് നോക്കാം, അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കുക. അടുത്ത ക്വസ്റ്റൻ എന്താണ്? ഇൻ എ ഡീസൽ എൻജിൻ എയർ ആൻഡ് ഫ്യൂവൽ മിക്സ് ടുഗദർ ഇൻ ദി കാർബുറേറ്റർ, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, കമ്പഷൻ ചേമ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കോമൺ കാര്യമാണ് ഇത്. നമ്മൾ SI എഞ്ചിനിലാണെങ്കിൽ എയറും ഫ്യൂവൽ എവിടെ നിന്ന് മിക്സ് നടക്കും? SI എഞ്ചിൻ്റെ കേസിൽ, പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ എന്ത് ചെയ്യും? എയറും ഫ്യൂവലും മിക്സിങ് നടക്കുന്നത് കാർബറേറ്ററിൽ വെച്ചിട്ടാണ്, സെയിം വൈസ്. ഡീസൽ എഞ്ചിനിൽ അറിയാം എയറും ഫ്യൂവലും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഫൈനലി എവിടെ വെച്ച് രണ്ട് മിക്സ് ചെയ്യും? കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് രണ്ടിൻ്റെ മിക്സിങ് നടക്കുന്നത്. ഏത് കേസിൽ? ഡീസൽ എഞ്ചിനിൽ. സോ ആൻസർ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. CRDI ഈസ് റിലേറ്റഡ് ടു, ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. CRDI എന്ന് വെച്ചാൽ എന്താ? കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ അല്ലേ. CRDI എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ, കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ. ഇനിയാണ് നമ്മൾ CRDI എന്ന് പറയുന്നത്. സോ കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ ആണല്ലേ. സോ ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ. സോ ഏതുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്? ഫ്യൂവൽ സിസ്റ്റമായിട്ടായിരിക്കും. കാരണം ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്യൂവൽ സിസ്റ്റം ഓഫ് ഡീസൽ എൻജിൻ. അതായത് നമ്മളെ ഡീസൽ എഞ്ചിൻ്റെ ഫ്യൂവൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമല്ലാത്ത ഏതാണെന്ന് ചോദിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, ഹീറ്റർ പ്ലഗ്, ഫിൽട്ടർ. ഇതിലേതാ വരിക? ഹീറ്റർ പ്ലഗ് ആണ് വരിക. ഹീറ്റർ പ്ലഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പസ്റ്റിൻ്റെ സമയത്താണ്. കമ്പസ്റ്റിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മളിപ്പം കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അത് പഴയ കാറിലൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാറിനെ ചൂടാക്കാൻ വേണ്ടി നമ്മളൊരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ആ സമയത്ത് കാറൊക്കെ ചൂടാവും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഈ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹീറ്റർ പ്ലഗ് എന്ന് പറയുന്നത്. സോ അത് സ്റ്റാർട്ടിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടീഷനിലൊക്കെയാണ് ഹീറ്റർ പ്ലഗ് യൂസ് ചെയ്യുന്നത്. സോ ബാക്കിയെല്ലാം ഇവിടെ എന്താണ്? ഫ്യൂവൽ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്. ഹീറ്റർ പ്ലഗ് മാത്രമാണ് ഫ്യൂവൽ സിസ്റ്റമായിട്ട് റിലേറ്റഡ് അല്ലാത്തത്. സോ ആൻസർ എന്താ? ഓപ്ഷൻ സി, ഹീറ്റർ പ്ലഗ്. നെക്സ്റ്റ് നോക്കാം. ദ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ ഈസ്. എന്താണ് സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ? ഇതെന്താണ് ആദ്യം സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ഓപ്ഷൻ നോക്കുക. കിലോഗ്രാം പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ കിലോ വാട്ട് അവർ, കിലോഗ്രാം പെർ കിലോ വാട്ട്, നൺ ഓഫ് ദി അബോവ്. സോ സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 കിലോഗ്രാം ഫ്യൂവൽ യൂസ് ചെയ്യുകയാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കേട്ടോ, ഒരു യൂണിറ്റ് എമൗണ്ട് എന്ന് പറയാം. എന്നോട് 1 കിലോഗ്രാം എന്ന് പറയുന്നു. 1 കിലോഗ്രാം ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. എനിക്ക് എത്ര ഔട്ട്പുട്ടിൽ 1 കിലോ വാട്ട് പവർ കിട്ടണം. ഓക്കെ, 1 കിലോഗ്രാം യൂസ് ചെയ്ത് 1 കിലോ വാട്ട് പവർ കിട്ടണം. അത് വിത്ത് റെസ്പെക്ട് ചെയ്താൽ 1 അവർ കണ്ടീഷനിലാണ് നമ്മൾ പറയുക, 1 മണിക്കൂർ കണ്ടീഷനിലാണ് പറയുന്നത്. ഓക്കെ, സോ 1 കിലോഗ്രാം ഫ്യൂവൽ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് 1 കിലോ വാട്ട് പവർ ഇൻ 1 അവർ ഡ്യൂറേഷൻ. സോ അതാണ് നമ്മുടെ സ്പെസിഫിക് ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ എന്താ? കിലോഗ്രാം പെർ കിലോ വാട്ട് അവർ.
നെക്സ്റ്റ് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ റിച്ച് എയർ ഫ്യൂൽ റേഷ്യോ. ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല. റിച്ച് എയർ ഫ്യൂൽ റേഷ്യോ ഞാൻ പറഞ്ഞു എന്താണ്, എയറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും, ഫ്യൂൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും, എയറിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഇതിലേതായിരിക്കും, ഇതിൽ തന്നിരിക്കുന്ന ഏതാ എയറിൻ്റെ എമൗണ്ട് കുറവ്? 9:1. സോ ആൻസർ എന്ത് വരും? 9:1 ആയിരിക്കും നമ്മളെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഇഫ് എയർ ഫ്യൂൽ മിക്സ്ചർ ഈസ് കംപ്രസ്ഡ് ഇൻ എ സിലിണ്ടർ, ഇറ്റ്സ് വോളിയം റെഡ്യൂസസ്, ഇറ്റ്സ് പ്രഷർ വിൽ റൈസ്, ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ റൈസ്, ഓൾ ഓഫ് ദി അബോവ്. എന്തായിരിക്കും, നമ്മളൊരു എയർ ഫ്യൂൽ മിക്സ്ചർ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കംപ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്ത് സംഭവിക്കും? നോക്കുക, വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷറിന് എന്ത് സംഭവിക്കും? വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഇനി പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രഷറും ടെമ്പറേച്ചർ എപ്പോഴും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ എന്താണ്? ഡി, ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഡാഷ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഫ്യൂവൽ ടു ചേഞ്ച് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. അതായത് ഒരു ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂവൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു? ഫ്യൂവൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുന്നു ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ആ ഒരു ടെൻഡൻസിനെയാണ്. അതായത് ഫ്യൂവൽ നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴാണ് ലിക്വിഡ് വേപ്പറിലേക്ക് പോവുക? ഒരു നല്ല ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ, അല്ലെ കമ്പസ് ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഫ്യൂവൽ, ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽ വേപ്പറായിട്ട് കൺവേർട്ട് ആവുക. ആ ഒരു സംഭവത്തിൽ നമ്മളെന്താ പറയുന്നത്? സോ നമ്മളിവിടുത്തെ ആൻസർ എന്തായിരിക്കും? വൊളറ്റിലിറ്റി ആയിരിക്കും അല്ലേ ആൻസർ. അത് വൊളറ്റിലിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്? ഫ്യൂവൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുക. നമുക്കറിയാം എപ്പോഴാണ് ഒരു ഫ്യൂവൽ ലിക്വിഡിൽ നിന്ന് വേപ്പറായി കൺവേർട്ട് ആവുക? ഹൈ ടെമ്പറേച്ചറിൽ കമ്പസ് ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഒരു ലിക്വിഡ് ഫ്യൂവൽ വേപ്പറായിട്ട് കൺവേർട്ട് ആവുക ആണല്ലോ. സോ നമ്മുടെ ആൻസർ എന്തുവാ? വൊളറ്റിലിറ്റിയാണ് ഇവിടെ ആൻസർ വരിക കേട്ടോ. ബാക്കി നിങ്ങൾക്കറിയാം, ബാക്കി ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി അറിയാം, പ്ലാസ്റ്റിസിറ്റി അറിയാം. എന്താണ് പ്ലാസ്റ്റിറ്റി എന്ന് വെച്ചാൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷനൊക്കെ പറയുമല്ലോ, ഷേപ്പ് ചേഞ്ച് ആവുക, അതൊക്കെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് ചോദിക്കുന്നത്. അതിവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഇവിടെ. പിന്നെ വിസ്കോസിറ്റി വെച്ചാൽ അറിയാം എന്താണ്? വിസ്കോസിറ്റി വെച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, അതിന് നമ്മൾ വിസ്കസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? വൊളറ്റിലിറ്റി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പെട്രോളൊക്കെ എന്താണ്? ഹൈലി വൊളറ്റൈലാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും? ലിക്വിഡിന് വേപ്പറായി കൺവേർട്ട് ആവും. അതുപോലെ ഡീസലൊക്കെ ആണെങ്കിൽ പെട്രോളായി അപേക്ഷിച്ചും ഡീസൽ എന്താണ്? ലെസ് വൊളറ്റൈലാണ് ഡീസൽ, പെട്രോളിൻ്റെ അത്ര വൊളറ്റൈലല്ല. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്താ വരിക? വൊളറ്റിലിറ്റിയാണ് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, ലോ സീറ്റൈൻ ഫ്യൂവൽ ഇംപ്ലൈസ് ദാറ്റ്. അതായത് നമ്മളെ ലോ സീറ്റൈൻ ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ഫ്യൂവലിൻ്റെ സീറ്റൈൻ നമ്പർ കുറവാണെങ്കിൽ, ഇപ്പോൾ ഫ്യൂവലിൻ്റെ സീറ്റൈൻ നമ്പർ കുറവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കുക? ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു ഇഗ്നൈറ്റ്, ഇറ്റ് ടേക്സ് ലെസ്സർ ടൈം ടു ഇഗ്നൈറ്റ് ആസ് സൂൺ ആസ് ഇറ്റ് എൻറ്റേഴ്സ് ദി സിലിണ്ടർ, ബോത്ത് ബി ആൻഡ് സി. നോക്കുക, നമ്മൾ സീറ്റൈൻ നമ്പർ നോർമലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളെ ഫ്യൂവലിൻ്റെ ക്വാളിറ്റീനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ സീറ്റൈൻ നമ്പർ കുറയാന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സീറ്റ് നമ്പർ കുറയാന്ന് വെച്ചതിൻ്റെ അർത്ഥം ഫ്യൂവലിൻ്റെ ക്വാളിറ്റി കുറയാം. അതായത് അവിടെ ഇഗ്നീഷൻ ഡിലേ കൂടും. അതായത് പെട്ടെന്ന് ഫ്യൂവൽ ബേൺ ചെയ്യില്ല, ഫ്യൂവൽ കറക്റ്റായി ബേൺ ചെയ്യില്ല, ബേൺ ചെയ്യാനുള്ള താമസം കൂടും. അതായത് പെട്ടെന്ന് ഫ്യൂവൽ ബേൺ ആവില്ല, കുറേ ടൈം എടുക്കും ഫ്യൂവൽ തീരാനൊക്കെ. സോ ഇഗ്നീഷൻ തുടങ്ങാൻ എന്ത് ചെയ്യും? കൂടുതൽ ടൈം എടുക്കും, ഇഗ്നീഷൻ ഡിലേ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു ഇഗ്നൈറ്റ്. അതാണ് ലോ സീറ്റൈൻ ഫ്യൂവൽ അല്ലെങ്കിൽ ലോ സീറ്റൈൻ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ലോങ്ങർ ടൈം ടു ഇഗ്നൈറ്റ്. ആൻസർ ഈസ് എ. ഇനി അടുത്ത് നോക്കുക, മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്സ് ആർ ഓപ്പറേറ്റഡ് ബൈ. നമ്മുടെ ഫ്യൂവൽ പമ്പ്സിൽ തന്നെ മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്സ് എങ്ങനെയാണ് ഫ്യൂവൽ പമ്പ്സ് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഓപ്ഷൻ? ക്യാം ഇൻ ദി ക്യാം ഷാഫ്റ്റ്, എക്സെൻട്രിക് ഇൻ ദി ക്രാങ്ക് ഷാഫ്റ്റ്, സ്ക്യൂ ഗിയർ ഇൻ ദി ക്യാം ഷാഫ്റ്റ്, എക്സെൻട്രിക് ഇൻ ദി ക്യാം ഷാഫ്റ്റ്. അതായത് ഇത് നമ്മുടെ നോർമൽ ഫ്യൂവൽ പമ്പ്സ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരു എക്സെൻട്രിക് ഷാഫ്റ്റ് ഉണ്ടാവും, എക്സെൻട്രിക് ഗിയർ ഉണ്ടാവും ഏതിൽ? ക്യാം ഷാഫ്റ്റിൽ. സോ അതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദി വെഞ്ചൂറി ഇൻ ദി കാർബുറേറ്റർ കോസസ്. നമ്മളെ വെഞ്ചൂറി ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ. നമ്മളെ കാർബുറേറ്റർ നോക്കുമ്പോൾ കാർബുറേറ്ററിൻ്റെ എൻഡിലായിട്ട്, കാർബുറേറ്റർ പൈപ്പിൻ്റെ എൻഡിൽ നോക്കുമ്പോൾ ആ എൻഡിലായിട്ട് ഒരു കുറച്ചും കൂടി ഒരു ടാപ്പേഡ് ആയിട്ടുള്ള സെക്ഷൻ കാണാം. അത് ഏരിയ ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നതാണ്. ഈ ഒരു ടാപ്പേഡ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ വെഞ്ചൂറി എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഏരിയ അവിടെ കുറയും. സോ ഏരിയ കുറയുമ്പം ഓട്ടോമാറ്റിക് നമുക്കറിയാം എന്ത് പറയും? ഏരിയ കുറയുമ്പം വെലോസിറ്റി കൂടും.
സോ നോക്കുക, വെഞ്ചൂറി ഇൻ ദി കാർബറേറ്റർ കോസ് എന്താണ്? ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി ആയിരിക്കും. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. സോ എന്താണ്? ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കുക, എക്സസ് ഫ്യൂവൽ പ്രഷർ ഇൻ CRDI, that is common rail diesel injection engine system is protected with a, അതായത് നമ്മൾ CRDI എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ എക്സസ് ഫ്യൂവൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എക്സസ് ഫ്യൂവൽ പ്രഷർ എങ്ങനെ കുറക്കും, പ്രഷർ എങ്ങനെ റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ കുറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് CRDI എഞ്ചിനിൽ. അഥവാ നമ്മളെ സിസ്റ്റത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും ചോദിക്കുന്നത് അല്ലേ. സോ നമ്മളിവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? പ്രഷർ ലിമിറ്റർ വാൾവ്, അതായത് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എക്സസ് പ്രഷർ ലിമിറ്റ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ആ സിസ്റ്റത്തിനെ, ആ എൻജിൻ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ എന്താണ്? പ്രഷർ ലിമിറ്റർ വാൾവാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റൻ നോക്കുക, ദ ക്ലിയറൻസ് ബിറ്റ്വീൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വിത്ത് ദി ബാരൽ ഈസ്. ഓക്കെ, നമ്മളത് ബാരൽ എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് പർട്ടിക്കുലർ വാൾവ് ആട്ടോ, പർട്ടിക്കുലർ വാൾവ് അറേഞ്ച്മെൻ്റ് ആണ്. സോ ആ വാൾവും അതുപോലെ വാൾവും നമ്മളെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയറൻസ്, ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് തമ്മിൽ. ആ ഒരു ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരിക 0.0025 mm ആണ്. ഒരിക്കലും തെറ്റിക്കരുത്, 0.025 mm ഉണ്ട്. കറക്റ്റ് ആൻസർ എന്താ? 0.0025 mm ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതൊരിക്കലും തെറ്റിക്കാണ്ട് ശ്രദ്ധിക്കുക. സോ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഡി ആണ് വരിക. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എഫക്റ്റഡ് ദി ഫ്യൂവൽ എക്കണോമി ഓഫ് ആൻ എൻജിൻ. അതായത് നമ്മൾ താഴെ തന്നിരിക്കുന്നതിൽ ഫ്യൂവൽ എക്കണോമി, അതായത് ഫ്യൂവലിൻ്റെ എക്കണോമി വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഫ്യൂവലിൻ്റെ ഒരു യൂസേജ്, ഫ്യൂവൽ ബേണിങ് എല്ലാം പറയും, ഫ്യൂവൽ എക്സോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറയും. അതായത് ഫ്യൂവലിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു പെർഫോമൻസിനെ ബാധിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഓപ്ഷൻ? ക്ലോഗ്ഡ് എയർ ഫിൽട്ടർ, ക്ലോഗ്ഡ് ഫ്യൂവൽ ഫിൽട്ടർ, ലീക്കി എൻജിൻ വാൾവ്സ്, വോൺ ഔട്ട് പിസ്റ്റൺ റിങ്സ്. ഇവിടെ ഫ്യൂവലിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യാത്ത ഏതായിരിക്കും? ഫ്യൂവൽ ഫിൽട്ടർ ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ എയർ ഫിൽട്ടർ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ക്ലോഗ്ഡ് എയർ ഫിൽട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്യൂവലായിട്ട് എയർ മിക്സ് ആവും. അതേസമയം ക്ലോഗ്ഡ് ഫ്യൂവൽ ഫിൽട്ടർ യൂസ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക? ക്ലോഗ്ഡ് ഫ്യൂവൽ ഫിൽട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഫ്യൂവൽ കൂടുതൽ ഉള്ളിലോട്ട് പോകില്ല എന്നേ ഉള്ളൂ. അതായത് ഉള്ളിലോട്ട് പോകുന്ന ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറയുന്നേ ഉള്ളൂ. അല്ലാതെ ഫ്യൂവലിൻ്റെ പെർഫോമൻസിന് ഒരിക്കലും ഇത് എഫക്റ്റ് ചെയ്യില്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഫ്യൂവൽ ഫിൽട്ടർ. നെക്സ്റ്റ് നോക്കുക, ഡ്യൂറിങ് നോർമൽ റണ്ണിങ് the necessary heat to ignite the fuel in a diesel engine is obtained by. നമ്മൾ നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ ഒരു ഡീസൽ എൻജിൻ്റെ ഫ്യൂവൽ റണ്ണ് ചെയ്യാൻ ഹീറ്റ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഓപ്ഷൻ? ഹീറ്റഡ് പ്ലഗ്സ്, എ ഹൈ കംപ്രഷൻ റേഷ്യോ, മാനിഫോൾഡ് ഹീറ്റർ ആൻഡ് അൺകൂൾഡ് സിലിണ്ടർ ഹെഡ്സ്. നമുക്കറിയാം നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ നമ്മളെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്, ഡീസൽ എൻജിനിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ ഹൈ ആയിട്ട് കംപ്രസ് ചെയ്തിട്ട്, അല്ലെ ഹൈലി കംപ്രസ്ഡ് ആണ് നമ്മൾ ഡീസൽ എൻജിനിൽ എയറും ഫ്യൂവലും. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ പേരിനെ വരുന്നത്, അല്ലെ CI എൻജിൻ, കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ എന്നുള്ള പേര് വരുന്നത്. സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഹൈ കംപ്രഷൻ റേഷ്യോ ആണ് ഇവിടുത്തെ ആൻസർ വരിക. നെക്സ്റ്റ് നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഇൻ വിച്ച് ensure equal time interval of fuel delivery to all engine cylinders. അതിനെന്താ പറയുന്നത് നോക്കുക. എന്തൊക്കെ ഓപ്ഷൻ? ലീക്ക് ഓഫ്, കാലിബ്രേഷൻ, ഫേസിങ്, ചാറ്ററിങ്. നമുക്ക് എന്താ സംഭവം പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്യൂൽ ഇഞ്ചക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എന്താ? അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ടൈം ഇൻ്റർവൽ, അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് ഫ്യൂൽ ഇഞ്ചക്ടറിലേക്ക് ഫ്യൂൽ പോകുന്ന ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇഞ്ചക്ഷൻ ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പമ്പിങ് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫേസിങ് ഓർ ടൈമിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഫ്യൂവലിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മളെന്ത് പറഞ്ഞത്? കാലിബ്രേഷൻ എന്ന് പറഞ്ഞത്. സോ ഇവിടെ ആൻസർ എന്തായിട്ടും ഫേസിങ് ആണ് ആൻസർ. ചാറ്ററിങ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഫ്യൂവൽ കമ്പസ് ചേമ്പറിലേക്ക് ഫ്യൂവൽ പോകുമ്പോൾ ഫ്യൂവൽ എന്ത് ചെയ്യും? കുറച്ച് കമ്പസ് ചേമ്പറിൻ്റെ സിലിണ്ടറിൻ്റെ സൈഡിലേക്കൊക്കെ കുറച്ച് തെറിച്ച് പോകും. അതിനെയാണ് ചാറ്ററിങ് എന്ന് പറയുന്നത്. ലീക്ക് ഓഫ് എന്തായിരിക്കും? ഈ ഉള്ളിലേക്ക് പോകുന്ന ഫ്യൂവൽ എവിടെയെങ്കിലും ലീക്ക് ആവുക, ഫ്യൂവൽ പൈപ്പിൽ വെച്ചിട്ട് എവിടെയെങ്കിലും ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് ലീക്ക് ഓഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ആൻസർ? സി ആണ് ആൻസർ, ഫേസിങ്. ഹയർ ഒക്ടേൻ റേറ്റിംഗ് ഓഫ് എ SI എൻജിൻ ഫ്യൂവൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫ്യൂവൽ ഹാസ്. എന്തൊക്കെ ഓപ്ഷൻ? ഹയർ ഹീറ്റിംഗ് വാല്യൂ, ലോങ്ങർ ഇഗ്നിഷൻ ഡിലേ, ഹൈ ഫ്ലാഷ് പോയിൻറ്റ്, ലോവർ വോളറ്റിലിറ്റി.
ഓക്കെ, നമുക്കറിയാം നമ്മളൊരു ഫ്യൂവലിൻ്റെ ഒക്ടേൻ നമ്പർ പറയുന്നത് എന്തിനാണ്? ആ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി പറയാനാണ് അല്ലേ. സോ നമ്മൾ SI എഞ്ചിൻ്റെ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി പറയുന്നത് ഒക്ടേൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ ഒക്ടേൻ നമ്പർ കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഒക്ടേൻ നമ്പർ കൂടുമ്പോൾ അവിടെ ഇഗ്നീഷൻ ഡിലേ കൂടും. അതായത് ലോങ്ങർ ഇഗ്നീഷൻ ഡിലേ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഇഗ്നീഷൻ ഡിലേ ഇഗ്നൈറ്റ് ചെയ്യുന്ന ഡിലേ എന്ത് ചെയ്യും? കൂടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇഗ്നീഷൻ ഡിലേ കൂടുന്നാണ് വരിക, കുറയല്ല. ഇവിടെ SI എഞ്ചിൻ്റെ കേസിൽ എന്താണ്? ഒക്ടേൻ നമ്പർ കൂടുമ്പം ഇഗ്നീഷൻ ഡിലേ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. CI എഞ്ചിൽ നേരെ തിരിച്ചാണ്. SI എഞ്ചിൽ എന്താ ചെയ്യുന്നത്? ഒക്ടേൻ നമ്പർ കൂടുമ്പം ഇഗ്നീഷൻ ഡിലേ കൂടും. സോ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത് നോക്കുക. ദി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ലെവൽ ഓഫ് ഫ്യൂവൽ ഇൻ ദി ഫ്യൂവൽ ടാങ്ക്. അതായത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഉണ്ട് അത് കാണിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഫ്യൂവൽ ഫീഡ് പമ്പ് നമുക്കറിയാം. എന്തിനാണ്? ഫ്യൂവലിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ, അതാണ് ഫ്യൂവൽ ഫീഡ് പമ്പ്. അതായത് ഫ്ലോട്ട് ലെവൽ നമുക്കറിയാം. ഫ്ലോട്ട് ലെവൽ എന്തിനാ? ഫ്യൂവലിൻ്റെ ഒരു ടാങ്കിലുള്ള ഫ്യൂവലിൻ്റെ ലെവൽ അഥവാ ഫ്ലോട്ട് ലെവൽ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായി പറഞ്ഞാൽ ഫ്യൂവൽ തന്നെ വേണമെന്നില്ല, നമ്മൾ ലിക്വിഡ് നോർമൽ കുറച്ചും കൂടെ കറക്റ്റായി പറഞ്ഞാൽ ലിക്വിഡ് ലെവൽ, ഒരു പർട്ടിക്കുലർ ലിക്വിഡിൻ്റെ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്ലോട്ട് ലെവൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞെന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെവൽ ഓഫ് ഫ്യൂവൽ ഇൻ ദി ഫ്യൂവൽ ടാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്യൂവൽ പ്രഷർ ആണെങ്കിൽ ഫ്യൂവലിൻ്റെ പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഫ്യൂവൽ ഗേജ് ആണ് വരിക. അതായത് നമ്മൾ ഈ വണ്ടീൻ്റെ ഒക്കെ കാറിൻ്റെ ഒക്കെ ഇവിടെ നോക്കിയാൽ മതി, കാറിൻ്റെ ബൈക്കിൻ്റെ ഏത് നോക്കിയാലും നിങ്ങൾക്കൊരു ഡയൽ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് എന്ത് ചെയ്യും? ആ ഫ്യൂവലിൻ്റെ എമൗണ്ട് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ബാക്കി എല്ലായിടയ്ക്കും ഇങ്ങനെ ആവണമെന്നില്ല, ചില സ്ഥലത്ത് എന്ത് ചെയ്യും? ഈ ഒരു ലെവൽ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഫ്യൂവലിൻ്റെ എമൗണ്ട് ഇങ്ങനെ പല പല കട്ടകളായിട്ട് ഫ്യൂവലിൻ്റെ എമൗണ്ട് കാണിക്കും. ഓക്കെ, ആ ഒരു ടൈപ്പും ഉണ്ടാവും. സോ ഇതൊക്കെ പറഞ്ഞ പേര് എന്താണ്? ഇതിനെ ഫ്യൂവൽ ഗേജ് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. 30th ക്വസ്റ്റ്യൻ. ദി കപ്ലിംഗ് ഓഫ് ഫ്യൂവൽ പമ്പ് ക്യാം ഷാഫ്റ്റ് ടു ദി എൻജിൻ ഡ്രൈവ് ഈസ് ഇമ്പോർട്ടൻറ്റ് since the timing of fuel injection is related to the position of the question. The coupling of the fuel pump camshaft to the engine drive is important since the timing of fuel injection is related to the position of. എന്താണ് ആൻസർ? ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ആൻസർ വരിക. ഓക്കെ, ഇവിടെ ഫ്യൂവൽ പമ്പിൻ്റെ കപ്ലിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂവൽ പമ്പിൻ്റെ കപ്ലിങ് ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ദ കപ്ലിംഗ് ഓഫ് ഫ്യൂവൽ പമ്പ് ക്യാം ഷാഫ്റ്റ് ടു ദി എൻജിൻ ഡ്രൈവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതെന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ടൈമിംഗ് കറക്റ്റ് ആവാനാണ് ഈ കപ്ലിംഗ് കൊടുക്കുന്നത് ഫ്യൂവൽ പമ്പിൽ. ഇനി അത് ഏതുമായിട്ടാണ് കറക്റ്റായി കണക്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് നമ്മൾ ഫ്യൂവൽ പമ്പിൻ്റെ കപ്ലിംഗ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഫ്യൂവൽ പമ്പ് കാലിബ്രേഷൻ ഈസ് ദി ബാലൻസിങ് ഓഫ്. നമ്മൾ ഫ്യൂവൽ പമ്പ് നമ്മൾ ചില സമയങ്ങളിൽ കാലിബ്രേറ്റ് ചെയ്യും. എന്തിനാണ് കാലിബ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? കറക്റ്റായിട്ടുള്ള ഫ്യൂവൽ എമൗണ്ട് ആണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫ്യൂവൽ പമ്പ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ക്വാളിറ്റി ഡെലിവേർഡ് ബൈ ഓൾ പ്ലങ്കർ, ക്വാണ്ടിറ്റി ഡെലിവേർഡ് ബൈ ഓൾ പ്ലങ്കർ. എന്തൊക്കെയായിരിക്കും? എന്തൊരു ഓപ്ഷൻ ഇതായിരിക്കും? ബി ആയിരിക്കും, ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം ഓരോ ഫ്യൂവൽ പമ്പിൽ ആ കറക്റ്റായിട്ട് അവിടെ നിന്ന് എത്ര എമൗണ്ട് ഓഫ് ഫ്യൂവലാണ് പോകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കാർബുറേറ്റേഴ്സ് കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ്. അതായത് നമ്മൾ കാർബുറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്യും. എന്തിനാണ് കാർബുറേറ്ററിൽ കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കുക, നമ്മൾ കാർബറേറ്ററിൻ്റെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണ് കാർബറേറ്റർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. എന്തിനാണ്? നമ്മൾ എയറും ഫ്യൂവലും കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കാർബറേറ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ എന്തായിരിക്കും ആൻസർ? കറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ അറ്റ് ഓൾ സ്പീഡ്സ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് കാർബറേറ്ററിൽ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണത്. സോ ആൻസർ ഈസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഡീസൽ എൻജിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് the effective pressure strokes of the plunger in the fuel injection pump are regulated by. ഇതാണ് നമ്മൾ ഡീസൽ എൻജിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫക്റ്റീവ് പ്രഷർ, അതായത് നമ്മൾ ഓരോ തവണയും ഈ പ്ലങ്ങർ, ഈ പമ്പിനുള്ള പ്ലങ്ങർ എന്ന് വെച്ചാൽ എന്താ? പിസ്റ്റൺ പ്ലങ്ങർ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് മൂവ് ചെയ്യണം അല്ലേ. ഈ പമ്പിനുള്ള പ്ലങ്ങർ പിസ്റ്റൺ കറക്റ്റായിട്ട് മൂവ് ചെയ്യണം. ഇനി ആ ഒരു കറക്റ്റായിട്ട് മൂവ് ചെയ്യാനുള്ള പ്രഷർ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബൈ ഫീഡ് പമ്പ്, നീഡിൽ വാൾവ്, കൺട്രോൾ റാക്ക്,
ക്യാം ഷാഫ്റ്റ്. നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എന്താ കറക്റ്റായിട്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, എഫക്റ്റീവായിട്ട് കറക്റ്റായിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യണം, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇവിടെ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും ആൻസർ. കൺട്രോൾ റാക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഈക്വൽ എമൗണ്ട് പ്രഷർ, കറക്റ്റ് പ്രഷർ നമ്മൾ ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ ആവശ്യമുള്ള പ്രഷർ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക. ഫീഡ് പമ്പ്സ് ഇൻ ഡീസൽ എൻജിൻസ് ആർ ജനറലി മൗണ്ടഡ് ഇൻ ബിറ്റ്വീൻ. ഇതാണ് ഫീഡ് പമ്പ്സ് ഇൻ ഡീസൽ എൻജിൻ ആർ ജനറലി മൗണ്ടഡ് ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. നമ്മളെ പമ്പ് എപ്പോൾ അതിൻ്റെ ഇടയിൽ വരിക, ഫ്യൂൽ ടാങ്കിൻ്റെയും ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഇടയിലായിട്ടാണ് പമ്പ് വരിക അല്ലേ. കാരണം ഫ്യൂൽ ടാങ്കിന് ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഇടയിലാണ് എപ്പോൾ നമ്മൾ പമ്പ് കൊടുക്കുക. ഫ്യൂൽ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ഫ്യൂൽ പമ്പ് ഫ്യൂൽ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫിൽറ്ററിലെ കൂടി പാസ് ചെയ്യും. സോ ടാങ്കിൻ്റെയും ഫിൽറ്ററിൻ്റെ ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മളെ പമ്പ് വരുന്നത്. സോ അടുത്ത നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് പോർഷൻ ഓഫ് ദി ഡെലിവറി വാൾവ് ഹെൽപ്സ് ടു അവോയ്ഡ് ദി ഡ്രിബ്ലിംഗ് ഓഫ് ഇഞ്ചക്ടർ. ഓക്കെ, വിച്ച് പോർഷൻ ഓഫ് ദി ഡെലിവറി വാൾവ് ഹെൽപ്സ് ടു അവോയ്ഡ് ദി ഡ്രിബ്ലിംഗ് ഓഫ് ഇഞ്ചക്ടർ. ഇപ്പോൾ നോക്കുക, നമുക്ക് ആദ്യം ഇവിടെ ഡ്രിബ്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു, എന്തായിരുന്നു, വിച്ച് പോർഷൻ ഓഫ് ദി ഡെലിവറി വാൾവ് ഹെൽപ്സ് ടു അവോയ്ഡ് ദി ഡ്രിബ്ലിംഗ് ഓഫ് ഇഞ്ചക്ടർ അല്ലേ. സോ നമുക്ക് ഡ്രിബ്ലിംഗ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഡ്രിബ്ലിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ അഥവാ ഫ്യൂവൽ സിലിണ്ടർ നമുക്ക് എടുക്കുക. ഓക്കെ, ഒരു കമ്പസ് ചേമ്പർ എടുക്കുക. അന്നേരം എന്തുണ്ടാവും, ഇവിടെ രണ്ട് വാൾവ് ഉണ്ടാവും, ഒരു ഇഞ്ചക്ഷൻ വാൾവ് ഉണ്ടാവും, ഡെലിവറി വാൾവ് ഉണ്ടാവും. ഈ ഇഞ്ചക്ടർ വാൾവ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ഷൻ വാൾവ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉള്ളിലേക്ക് കമ്പസ് ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂവൽ കൊടുക്കുന്നത്. സോ ഈ കംപ്ലീറ്റ് ഇഞ്ചക്ഷന് ശേഷം ചിലപ്പോൾ കുറച്ച് ഫ്യൂവൽ ഇതിൻ്റെ ഉള്ളിൽ റിമൈനിങ് ആയിരിക്കും. ഇഞ്ചക്ടർ വാൾവിനുള്ളിൽ കുറച്ച് ഫ്യൂവൽ ചിലപ്പോൾ റിമൈനിങ് ആയിട്ട് കിടക്കും. അതിനെ നമ്മൾ പറയും റെസിഡ്യുവൽ ഫ്യൂവൽ എന്ന് പറയും. എന്താണ് റെസിഡ്യുവൽ ഫ്യൂവൽ, അതാണ് ഇതിന് പറയുന്ന പേര്. സോ ഈ ബാക്കിയുള്ള ഫ്യൂവൽ ഇഞ്ചക്ടർ വാൾവ് ഇങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രിബ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഡ്രിബ്ലിങ് ഈ ഡെലിവറി വാൾവിലും ഉണ്ടാവാം, ഡ്രിബ്ലിംഗ് ഉണ്ടാവും. അതായത് ഈ എക്സോസ്റ്റ് ഫ്യൂവൽ കംപ്ലീറ്റ് പുറത്തേക്ക് പോയാലും കുറച്ച് ഫ്യൂവൽ എന്ത് ചെയ്യുക, ഈ ഡെലിവറി വാൾവിൽ ഇങ്ങനെ പ്രസൻ്റായി കിടക്കാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് നമ്മൾ ക്വസ്റ്റ്യൻ. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, റിലീഫ് പ്ലങ്കർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റിലീഫ് പ്ലങ്കർ നമ്മൾ ആ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് റിലീഫ് പ്ലങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുക. മൾട്ടി ഹോൾ ടൈപ്പ് ഡീസൽ ഇൻജക്ടേഴ്സ് ആർ ജനറലി എംപ്ലോയ്ഡ് ഇൻ. എന്തൊക്കെ ഓപ്ഷൻ, എനർജി സെൽസ്, ഓപ്പൺ കമ്പസ്റ്റൻ ചേമ്പേഴ്സ്, പ്രീ കമ്പസ്റ്റൻ ചേമ്പേഴ്സ്, ടർബുലൻസ് ചേമ്പേഴ്സ്. അതായത് നമുക്കറിയാം മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മൾട്ടി ഹോൾ ടൈപ്പ് ഡീസൽ ഇഞ്ചക്ഷൻ നോർമലി യൂസ് ചെയ്യുന്നത് ഓപ്പൺ കമ്പസ്റ്റൻ ചേമ്പറിലാണ്. ഇത് ഓപ്പൺ കമ്പസ്റ്റൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ സിലിണ്ടർ ഹെഡ് ഉണ്ടാവും. ഈ സിലിണ്ടർ ഹെഡിൻ്റെ മുകളിലായിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിലെ കൂടെ എന്ത് ചെയ്യും, ഡയറക്റ്റ് ഫ്യൂൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. ഇതാണ് ഓപ്പൺ കമ്പസ്റ്റൻ ചേമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒന്നിൽ കൂടുതൽ ഹോൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ മൾട്ടി ഹോൾ ടൈപ്പ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഓപ്പൺ കമ്പസ്റ്റൻ ചേമ്പറിലാണ് അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റൻ ഇതാണ്, ദി ഇഞ്ചക്ഷൻ പ്രഷർ ഇൻ CRDI എന്ന് വെച്ചാൽ എന്താ, കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ ഇൻ CRDI സിസ്റ്റം ഈസ് അപ് ടു 180 ബാർ, 1080 ബാർ, 18000 ബാർ, 1800 ബാർ. നോക്കാം, നോർമലി നമ്മൾ CRDI സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് 1800 ബാർ ആണ്. ഇത്രയാണ് 1800 ബാർ ആണ് നമ്മൾ നോർമൽ ഇഞ്ചക്ഷൻ പ്രഷർ ഇൻ CRDI സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, ഇൻ എ ഡീസൽ എൻജിൻ ദി ഫങ്ഷൻ ഓഫ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഈസ് ടു. എന്തൊക്കെയായിരിക്കും ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ഫംഗ്ഷൻ ഡീസൽ എൻജിനിൽ? മിക്സ് ദി ഫ്യൂവൽ ആൻഡ് എയർ, ഇഗ്നൈറ്റ് ദി എയർ ഫ്യൂവൽ മിക്സ്ചർ, പ്രൊവൈഡ് ഫ്ലെയിം ഫ്രണ്ട് ഫോർ ഇഗ്നീഷൻ, സ്പ്രേ അറ്റോമൈസ്ഡ് ഫ്യൂവൽ ഇൻ ദി സിലിണ്ടർ. അറിയാം നമുക്ക് ഡീസൽ എഞ്ചിനിൽ എങ്ങനെയാണ് എയറും ഫ്യൂവലും സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. സോ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്താ ചെയ്യുക, ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂവലിനെ നേരെ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്യുക. അതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് നോക്കുക, ഇഫ് ദി എയർ ഫ്യൂവൽ മിക്സ്ചർ ഇഗ്നൈറ്റ്സ് ബിഫോർ ദി സ്പാർക്ക് ടേക്സ് പ്ലേസ് അറ്റ് ദി സ്പാർക്ക് പ്ലഗ്, ദി കണ്ടീഷൻ ഈസ് കോൾഡ്. അതായത് എയർ ഫ്യൂവൽ മിക്സ്ചർ ബേൺ ചെയ്യാന്ന് വിചാരിക്കുക, ഇവിടെ സ്പാർക്ക് പ്ലഗിൽ ബേൺ ചെയ്യുന്നു. എപ്പോൾ, അതായത് സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു, എയർ ഫ്യൂവൽ മിക്സ്ചർ ബേൺ ചെയ്യുന്നു. ഓക്കെ,
അതിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ നേരത്തെ ബേണിങ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്പാർക്ക് പ്ലഗ് ആണ് ഈ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ചെയ്യുന്നു. സോ നേരത്തെ ബേൺ ചെയ്യുക, അതാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും, ആൻസർ കാണുമ്പോൾ മനസ്സിലാവും. എന്താ? പ്രീ ഇഗ്നീഷൻ, നേരത്തെയുള്ള ബേണിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. ഡിറ്റോണേഷൻ, ഇഗ്നീഷൻ, റംബിളാണ് പിന്നെ പുതിയ ടൈം കേട്ടോ. റംബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചെറിയൊരു നോയ്സ് ആണ്. അതായത് ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ചെറിയൊരു നോയ്സ്, അതിനെയാണ് നമ്മൾ ലോ ഫ്രീക്വൻസി നോയ്സ്, അതിനെയാണ് നമ്മൾ റംബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് സി. നെക്സ്റ്റ് നോക്കുക, 40th ക്വസ്റ്റ്യൻ. ദി സെക്കൻഡറി ഫിൽട്ടർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ഡീസൽ എൻജിൻ ഫ്യൂവൽ സിസ്റ്റം. നമുക്ക് രണ്ട് ഫിൽറ്റർ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രൈമറി ഫിൽറ്ററും സെക്കൻഡറി ഫിൽറ്ററും അല്ലേ. സോ പ്രൈമറി ഫിൽറ്റർ നമ്മൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? പ്രൈമറി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഫ്യൂവൽ ടാങ്കിനും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനും ഇടയിലായിട്ടാണ് പ്രൈമറി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡറി ഫിൽറ്റർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുക? ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനും ഫ്യൂവൽ ഇഞ്ചക്ടറിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്? സെക്കൻഡറി ഫിൽറ്റർ ഈസ് ഇൻസ്റ്റാൾഡ് എവിടെയാണ്? എന്തൊക്കെ ഓപ്ഷൻ? ബിഫോർ ഫീഡ് പമ്പ്, ആഫ്റ്റർ ഫീഡ് പമ്പ്, ആഫ്റ്റർ ഫ്യൂവൽ ടാങ്ക്, ആഫ്റ്റർ ഇഞ്ചക്ടർ. നോക്കുക, നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കറക്റ്റായി കാണാൻ പറ്റും അല്ലേ. ഒന്ന് നമുക്ക് ഫ്യൂവൽ ടാങ്കിന് ശേഷം, കറക്റ്റാണ്, ഫ്യൂവൽ ടാങ്കിന് ശേഷമാണ് സെക്കൻഡറി ഫിൽറ്റർ ഉള്ളത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ആഫ്റ്റർ ഫ്യൂവൽ ഫീഡ് പമ്പ് ഉണ്ട്. ഫ്യൂവൽ ഫീഡ് പമ്പ് ഓർ ഫ്യൂവൽ ഇഞ്ചക്ടർ പമ്പ്, ഇവിടെയാണ് ഫ്യൂവൽ ടാങ്ക് ഉള്ളത്. സോ നമുക്ക് നോക്കുക, ഫ്യൂവൽ ടാങ്കിന് ശേഷം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്നു. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന് ശേഷമാണ് എന്ത് വരുന്നത്? നമ്മളെ സെക്കൻഡറി ഫിൽറ്റർ വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതാ? മോർ കറക്റ്റ് ആൻസർ ഏതാ? ആഫ്റ്റർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് അഥവാ ഫ്യൂവൽ ഫീഡ് പമ്പ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.